നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള CPM സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരും. ഉച്ചകഴിഞ്ഞ് ചേരുന്ന LDF യോഗത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വിവരങ്ങൾ നൽകാൻ സൂര്യഗായത്രി ചേരുന്നു. സൂര്യ. LDFന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന കാര്യത്തിൽ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ AKG സെന്ററിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. അതിനുശേഷം 3:30 മണിക്കാണ് മുന്നണി യോഗം ചേരുന്നത്. മുന്നണി യോഗത്തിന് ശേഷമായിരിക്കും LDF സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രചാരണ പരിപാടിയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നിലമ്പൂരിൽ LDF ക്യാമ്പിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ആരാകും LDF സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ ബൈക്ക് റാലി ഉൾപ്പെടെയുള്ളവ നടത്തി പ്രചാരണത്തിലേക്ക് ഇറങ്ങാനുള്ള മുന്നൊരുക്കങ്ങൾ നിലമ്പൂരിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണ പരിപാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ പുതുപ്പള്ളിയിൽ പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വലിയ പ്രചാരണത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് ഇറങ്ങുക. അത്തരത്തിൽ UDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പടി മേലെയാണ് ഇപ്പോൾ പ്രചരണ രംഗത്തും എല്ലാ തരത്തിലും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും വൈകാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം LDF എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടിയിലേക്ക് LDFും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആരായിരിക്കും LDF സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചാണ് ഒരു ചർച്ചകൾ നടക്കുന്നത്. ഒരു പൊതു സ്വതന്ത്രനായിരിക്കുമോ അതോ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ തക്ക സ്ഥാനാർത്ഥിയായിരിക്കുമോ LDF പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന തലപ്പൊക്കമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനം LDFന് അകത്തെടുത്തിട്ടുണ്ട്. അത് ആരായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്വതന്ത്രനായിരുന്നെങ്കിൽ കൂടിയും അൻവറിലൂടെ മണ്ഡലം കയ്യിലുണ്ടായിരുന്നതാണ് LDFന്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം കൈ വിട്ടു പോകാതെ നിലനിർത്തേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് LDF നിലനിൽക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. M സ്വരാജിന്റെ പേരടക്കം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിന്റെ ഉൾപ്പെടെ പേരുകളാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ. അതല്ല ഒരു പൊതു സ്വതന്ത്രനെ നിർത്താനാണ് LDF ആലോചിക്കുന്നത് എങ്കിൽ മറ്റ് 3 പേരുകൾ ഉൾപ്പെടെ LDFന്റെ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ചേരും. അതിനുശേഷം 3:30 മണിക്ക് മുന്നണി യോഗം ചേരും. LDF യോഗത്തിന് ശേഷമായിരിക്കും LDFന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി ആര് എന്നതിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ പ്രചാരണത്തിലേക്ക് ഇറങ്ങാനുള്ള മുന്നൊരുക്കങ്ങൾ നിലമ്പൂരിലും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഹെഡ്ലൈൻസ്. പകലുകൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി